അമ്മച്ചി ഞാൻ വന്നു. അയ്യോ കുട്ടി വിശ്വാസം. അപ്പോഴത്തേനും വന്നാ ഒരാഴ്ച ആയിട്ടില്ലല്ലോ പോയിട്ട്. അപ്പോഴത്തേനും കൊണ്ടോളഞ്ഞ പൂച്ചയുടെ പോലെ തിരിച്ചു വരാ. എന്തേ ഇഷ്ടപ്പെട്ടില്ലേ കിട്ടില്ല അമ്മക്ക്? എന്റെ കൂടി വിടാ, ഞാൻ ഇഷ്ടപ്പെട്ടു. ആ പോയ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വൈകാണ്ട് തിരിച്ചു വരുന്നു. എന്റെ സഞ്ജുവിനില്ലേ പണിയെടുത്ത് തിന്നാൻ അറിയില്ല. കൊല്ലാണോ കൊതുവിനാ? അതാ അല്ല, നീ പോയി 2 താറാവും കുറച്ച് വട്ടപ്പെടുത്തിട്ട് വന്നു. പിന്നെ നോമ്പാലത്തെ ഇവിടെ താറാവല്ലേ വെക്കണ. അല്ല എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഗ്യാസ് കഴിഞ്ഞിട്ടേ ജോലി ആകെ സീനായി. ഗ്യാസ് തീർന്നാ പോണ ജോലിയാണോ? ഓഫീസിലേക്ക് കറക്റ്റ് ആയിട്ട് 3:30 ഫുഡ് കിട്ടണ്ടേ. ഹോട്ടലൊന്നും ഇല്ല ഗ്യാസ് തീർന്നിട്ട്, അത് കാരണം സീനായി. കൊച്ചിയില് സ്വിഗ്ഗിയിലായിരുന്നുല്ലേ ജോലി? എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ഓഫീസറാണ്, MNC കമ്പനിയിലാണ്. അതിന്റെ ഗ്യാസ് ഫീസ് അതൊക്കെ പറയാം. എന്തായാലും അറിഞ്ഞു. ഇനി നീ ഇത് അവിടെ പോയി പറഞ്ഞിട്ടേ ആറ്റിക്കരുത്. ഞാൻ എന്തെങ്കിലും നക്കിയിട്ട് പോക്കണം. സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞേ കോർപ്പറേറ്റ് കമ്പനി തന്നെയാട്ടാ. മുട്ടയ്ക്ക് നോമ്പുണ്ടോ? ഉണ്ട്. മുട്ട വെജ് ആണെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ ഇവിടെ നോമ്പാ. ഇവിടുന്ന് ഒരു മുട്ടയും കിട്ടാൻ പോണില്ല. പഠിക്കാൻ പറ്റിയ സമയത്ത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. എന്ത് മുട്ട? നീ ഒന്ന് അടുക്കളയിൽ പോയിട്ടേ കുറച്ച് മറ്റേ ഇതില്ലേ സോയാബീൻ, അതിൽ കുറച്ച് ബീഫിന്റെ മസാല ഇട്ടിട്ട് ഒന്ന് കൊണ്ടുവരിക. നിനക്കാന്ന് പറഞ്ഞാൽ മതി, എനിക്കാന്ന് പറഞ്ഞാൽ തരില്ല. എന്നിട്ട് മിക്സിയിലടിക്കുന്നില്ല. ബീഫിനുള്ള മസാല. ബീഫിനുള്ള മസാലയല്ല, ദോശക്കുള്ള മാവാ. ദോശക്ക് ദോശ. നീ ഇപ്പൊ 2 ചുട്ടിട്ട് വന്ന് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യ് വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഞാൻ പോ. പിന്നാമ്പുറത്ത് കൂടെ പോയിട്ട് അടുക്കളയിൽ നിന്ന് അച്ചപ്പം കൈയിട്ടെടുക്കണം. നീന്ത മണ്ട പളങ്ങി വരണേ. ഒന്നുമില്ല അപ്പച്ച, ഞാനേ കൂവളത്തിലെ അല്ല കിട്ടുമെന്ന് ബിരിയാണിയിൽ ഇടാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് അത്യാവശ്യം ഇട്ട്. അപ്പൊ അതിന് വേണ്ടി വന്നാ. ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു മോനെ. എന്തിനാ അപ്പച്ച, ഞാൻ ഇന്ന് പോവും. ഞാൻ വെറുതെ ഒന്ന് നിങ്ങളെ കാണാൻ. പൂവേ എവിടേക്ക് പോണു? നിനക്ക് പണി എടുക്കാണ്ട് മണ്ണ് അടിക്കാനുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാ. നീ ഓരത്തിലേക്കും പോണ്ട. നീ എന്തേലും കഴിച്ചാ? ഇല്ല. വിശക്കണ്ട നിനക്ക്? ഒന്ന് അടുക്കളയിൽ പോയിട്ട് എന്തേലും കഴിച്ചു. ശരി. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് വയ്യുമ്പാ ലാവിഷായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ? എന്തേലും പോയി കഴിക്കും. അപ്പച്ച ഒക്കടാ നീ, ഞാനല്ലേ പറയണേ. ഒക്കോ ഹായ് ഒക്കടാ. ജോണപ്പാ എന്റെ അപ്പൻ, നിന്റെ അപ്പാപ്പന് ഭ്രാന്തായിടി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അപ്പാപ്പൻ അങ്ങനെ തന്നെയാ. കിളി പോയി മൊത്തത്തിൽ സ്നേഹ. പണ്ട് +2 പഠിക്കുമ്പോഴേ ഹൈദരാബാദ് പോകുമ്പോഴേ ചെലവാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 500 രൂപ തന്നു വിട്ടതാ. അതിന് ശേഷം എനിക്ക് ഇപ്പളാ തരണേ. ബാക്കിയൊക്കെ ഞാൻ എടുക്കലാണേ. അടക്ക പറക്കാനായിട്ട് പറമ്പിലേക്ക് പോയതാ. ഒരു മുഴുത്ത് വരണം അണ്ണാൻ തട്ടിട്ടു അപ്പാപ്പന്റെ നിറം തൊലയിലേക്ക്. അതെ പിന്നെ അപ്പാപ്പന് ഇങ്ങനെയാ. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടക്കിയ മറ്റേ സ്റ്റാർ ഇടുമ്പോ ബൾബ് എന്തെങ്കിലുമൊക്കെ എടുത്ത് തലയിൽ ഇട്ടാനല്ലോ ഇഷ്ടം. എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. വിശന്നിട്ട് ഇവിടെ കഴിച്ചാൽ മതി. നോമ്പല്ലേ അത് പിടിച്ച. അല്ല വെജിനൊന്നും നോമ്പൊന്നുമില്ലല്ലോ. വെജ് ഇവിടെ കിട്ടും, കഴിച്ചിട്ട് വാ. കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം നോമ്പെടുക്കുമ്പോ.